സുന്ദരക്കുട്ടന്മാരെ. അങ്ങനെ വൃന്ദാവനത്തിന്റെ പൊയ്കയുടെ തീരത്ത് ആ രണ്ട് സുന്ദര കുട്ടന്മാരെ കണ്ടപ്പേ ഇങ്ങേർക്ക് തോന്നി, ഭാഗവതാചാര്യൻ നേരത്തെ പറഞ്ഞ അത്ര ആഭരണം ഇല്ലേ കഴുത്തില്, ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. എനിക്ക് തോന്നുകയാണോ അത്ര ആഭരണമില്ല. ഈ കള്ളൻ എന്താ വിചാരിച്ച, ഒരു ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ആ ആഭരണം ഒക്കെ അങ്ങോട്ട് കട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഇനി കളക്കാൻ പോണ്ടല്ലോ, അത്രയും ആഭരണാണ് ഇങ്ങനെ വർണ്ണിച്ചതേ ഭാഗവത ആചാര്യനെ. ഉണ്ണിക്കണ്ണൻ ഇട്ട് നടക്കണോന്ന് പറഞ്ഞത്. അത്ര കിട്ടിയാ നീ ഞാൻ എന്തിനാ കക്കാൻ പോണ, ഈ കാശ് കൊണ്ട് തന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ സസുഖം വാഴാലോന്ന് വിചാരിച്ചു. അപ്പോ അതല്ലേ എന്ന് വിചാരിച്ച് അടുത്തേക്ക് ചെന്നപ്പോ ഉണ്ണിക്കണ്ണൻ ചോദിച്ചു, എന്തേ പോന്നൂന്ന്. അതോടുകൂടി ചോദിക്കാനുള്ള ചോദ്യം അങ്ങ് വിട്ടു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാന് കുറച്ചു നേരം ആ മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റാത്ത പോലെ, ആഭരണമൊക്കെ ഒന്ന് കൊണ്ടുപോവാച്ചിട്ട് വന്നതാണ്, അതിനു വേണ്ടി വന്നതാണ്. അപ്പോ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു, കയ്യിലുള്ള ആഭരണമൊക്കെ ഊരിയിട്ട് ആ കള്ളന്റെ കയ്യിൽ കൊടുത്തു. അപ്പം ചോദിച്ചു, ഈ ചെറിയ കുട്ടികൾ ഇത്രയും ആഭരണം ഇട്ട് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ അത് കഴുകി കണ്ടില്ലെങ്കിൽ അമ്മ വഴക്കൊന്നും പറയില്ലല്ലോ എന്ന് ചോദിച്ചു കള്ളൻ. ഏയ് അതൊന്നും പറ്റി നിങ്ങളൊന്നും വിഷമിക്കണ്ട, നിങ്ങൾ ആ കാര്യം ആലോചിക്കണ്ട, അതിലധികം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തന്നെ ഒരു കള്ളനാണ്, കള്ളക്കണ്ണൻ എന്നാ പറയാ. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ സ്വത്തല്ലട്ടോ കക്കുന്നത്, മോഷ്ടിക്കുന്നത്. അവരുടെ ചിത്തത്തെയാണ് ഞാൻ മോഷ്ടിക്കുക. ചിത്തചോരനാണ് ഞാൻ. മറ്റുള്ളവരുടെ മനസ്സിനെ തന്നിലേക്ക് മോഷ്ടിച്ചെടുക്കുന്ന. അതന്നെ അപ്പൊ ഈ കള്ളനും തോന്നി. എനിക്ക് ഇത് സ്വർണം കിട്ടിയതിനോടുകൂടി എനിക്ക് ആ കണ്ണനോടൊരളവറ്റ ഭക്തി, എൻ്റെ ചിത്തവും അദ്ദേഹം മോഷ്ടിച്ചുവോന്നൊരു സംശയം തോന്നി. അവിടുന്ന് തിരിച്ചു ചെന്നു. കള്ളൻ എവിടേക്കാ ചെന്നത്? ആഭരണങ്ങളെല്ലാം എടുത്ത് സന്തോഷത്തോടു കൂടി ഓടി വന്നു. എവിടെ വന്ന് നോക്കിന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ വൃന്ദാവനത്തില് പോയാ കാണാമെന്ന് എന്നോട് പറഞ്ഞ് ആ ഭാഗവത ആചാര്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നോക്കൂ ഇന്നലെ പറഞ്ഞ ആ ആഭരണമൊക്കെ എനിക്ക് കിട്ടി. അപ്പോ ഇതെങ്ങനെ? ഞാൻ പറഞ്ഞ അതേ ആഭരണം, കുളത്തുള്ള മാല, പുലിനഖമോതിരം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെ മാലയാടുന്നത് എന്നുള്ളത്. ആ പുലിനഖമോതിരം കാണുന്നുണ്ട്, വളയം പോലുള്ള മാല കാണുന്നുണ്ട്, വേറെ ഇതൊക്കെ കണ്ടപ്പോ ആ ഭാഗവത ആചാര്യൻ അങ്ങോട്ട് എന്താ ചെയ്യണ്ട, ഒരു മാറാപ്പില് കെട്ടിയാ കൊണ്ടുപോകുന്നു. അതിന് മാത്രം ആഭരണ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ നിന്ന് ഊരി കൊണ്ടുപോകുന്നതേ. അപ്പൊ ചോദിച്ചു, എവിടുന്നാ ഉണ്ണിക്കണ്ണനെ കണ്ടത് എന്ന്. വരൂ ഞാൻ കാണിച്ചു തരാലോ, ഇപ്പം തന്നെ വരൂ എന്ന് പറഞ്ഞു. വൃന്ദാവനത്തിന്റെ ആ പൊയ്കയുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടു ചെന്നു നമ്മളുടെ ഭാഗവത ആചാര്യനെ. ആര്? നമ്മളുടെ ആ ചിത്തചോരൻ ആയിട്ടുള്ള കണ്ണന്റെ അടുത്തേക്ക് തന്റെ ചിത്തത്തെയും ചോർന്നുവല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി ആര്? ആ കള്ളൻ കൊണ്ടു ചെന്നു എൻ്റെ കുഞ്ഞുമണികളെ.